ഇപ്പൊ ഇങ്ങനെ വാലയെ തീ പിടിച്ച പോലെ തെക്ക് വടക്ക് നടന്നിട്ട് എന്താ കാര്യം മുരളി? നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണമായിരുന്നു. എല്ലാരും കൂടി എന്റെ തലയിലോട്ട് കയറിക്കും. കണ്ടോ കണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും അത് പിടിക്കുകയല്ല. എന്നാ ഇമാതിരി കോപ്രായങ്ങൾ കണ്ടാ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല. ഇങ്ങ് വരട്ടെ, ഇന്നത്തോടെ അവിടെ അഹങ്കാരം തീർക്കുന്നുണ്ട് ഞാൻ. എന്റെ മുരളിയേട്ടാ, നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആ, ഒന്നും സംഭവിച്ചില്ല പോലും. നീ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കല്ലേ അശ്വതി. പ്രായം തികഞ്ഞ ഒരു പെണ്ണ് പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു വീട്ടിൽ ചെന്ന് കേറുകയെന്ന് വെച്ചാ അതൊന്നുമല്ലെന്നാ. വീട്ടുകാരറിയാതെ വേലി ചാടാവുന്ന മാളൂര് കാണിച്ചു കൊടുത്തത് അവളല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പെങ്കൊച്ചിനെ കൂടി ഇല്ലാതാക്കുന്നത് ആ പെണ്ണാണെന്ന്. ഇപ്പൊ മനസ്സിലായോ? ആ വന്നല്ലോ. മാളൊന്നും നിന്നേ. ഇന്നലെ എവിടെയായിരുന്നു നീ? ഞാൻ അപ്പൂന്റെ അടുത്തായിരുന്നു. ആ, ചോദ്യത്തിനുള്ള ഉത്തരമായല്ലോ. ഇന്നലെ രാത്രി ഈ വീട്ടിലെ റൂമിലായിരുന്നു നീ ഉറങ്ങാൻ കിടന്നത്. പിന്നെ എങ്ങനെ അപ്പുന്റെ വീട്ടിലെത്തി? അതാ ചോദിച്ചത്. അത് ഞാൻ ഇറങ്ങിപ്പോയതാ. നിങ്ങൾ അറിഞ്ഞ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ പറയാതെ പോയത്. ഒരെണ്ണം ഞാനങ്ങ് വെച്ചു തന്നോണ്ടല്ലോ. എന്ന് മുതലാടി നിനക്ക് ഈ മിടുക്കൊക്കെ ഉണ്ടായത്? അച്ഛൻ എന്താ ഇങ്ങനെ? ഓർമ്മ വെച്ച നാള് മുതൽ ഞാനും ഒപ്പം ഒരുമിച്ചല്ലേ കിടക്കുന്നേ. ഇതുവരെ ആർക്കും അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ എല്ലാരും ഇങ്ങനെ? മോളെ, ഇതുവരെ ഉള്ളതുപോലാണോ ഇനി അങ്ങോട്ട്? പണ്ടത്തെ പോലെ പള്ളിക്കുടുത്തി പോകുന്ന പ്രായമൊന്നും അല്ലല്ലോ. രണ്ടുപേരും മുതിർന്ന കുട്ടികളായില്ലേ? രണ്ടുപേരെയും കല്യാണം കഴിച്ചയച്ചാ പിന്നെ ഇതുപോലെ ഊണും ഉറക്കവും ഒക്കെ ഒരുമിച്ചാക്കാൻ പറ്റുമോ? അതപ്പോഴല്ലേ മുത്തശ്ശി. അതിനുവേണ്ടി ഇപ്പോഴേ തല്ലിപ്പിരിക്കണോ ഞങ്ങളെ? അല്ലെങ്കിൽ പണ്ടേ അങ്ങനെ ആകണായിരുന്നു. അച്ഛാ, അപ്പൊ ഒരു പാവാ. അവളെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തരുത് പ്ലീസ്. ഞാനത് സമ്മതിക്കില്ല. മുരളിയെ, കൊച്ചു കൊത്ത കൂവാൻ തുടങ്ങിയല്ലോ. ഇതങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതാ നല്ലത്. പഠിത്തം കഴിയാനൊന്നും നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ നോക്കുന്നതാ ബുദ്ധി. അപ്പൊ ഇതുവരെ ഉണർന്നില്ലേ? രാവിലെ മാള് പോയപ്പോഴേ ഉണർന്നതാ. മുറി തന്നെ ഇരിക്കാവൂ. രാവിലെ മുരളിയെ അശ്വതിയോ മറ്റോ വിളിച്ചിരുന്നോ? എന്തിന്? അല്ല, ഇന്നലെ മാള് ഇവിടെ ഉണ്ടായിരുന്നതിനെ പറ്റി വല്ലതും ചോദിക്കാൻ. ഇല്ല. തന്നെ വിളിച്ചിരുന്നോ? ഇനി അതിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും അവർക്ക് ആ കാര്യത്തിൽ നല്ല വിയോജിപ്പുണ്ടാവും, പ്രത്യേകിച്ച് ഇന്ദിരാമയ്ക്ക്. ആ സ്ഥിതിക്ക് നമ്മളായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പോണ്ട. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെ ആവും. അതിപ്പം മുരളിക്കും അശ്വതിക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പുവിന്റെ കാര്യത്തിലും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. എന്ത് തീരുമാനം? അവൾക്ക് പറ്റിയ പ്രപ്പോസൽ വല്ലതും ഉണ്ടെങ്കിൽ നോക്കണം. കല്യാണാലോചനയോ? അപ്പുവിന്റെ കാര്യം തന്നെയാണോ വി പി പറയുന്നേ? വി പിക്ക് ഇത് എന്ത് പറ്റി? മാളുവിന്റെ കാര്യത്തില് ഇത്ര നേരത്തെ വേണോന്ന് കുറ്റം പറഞ്ഞ ആള് ഇപ്പൊ എന്താ കൂട്ടുകാരന്റെ ട്രാക്കിലേക്ക് മാറിയോ? മാളുവിന്റെ കല്യാണം കഴിഞ്ഞാ അപ്പു തനിച്ചായി പോവില്ലേ? അത് മാത്രമല്ല, ഇതുവരെ അവരുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോ ഈ കാര്യത്തിലും പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതി. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ കാര്യം പോലെ ഇത് നടക്കുമെന്ന്. ഒന്നാമത് കല്യാണക്കാര്യം കേൾക്കുന്നതേ അപ്പൂന് ദേഷ്യ. മാളുവിന്റെ കാര്യം പോലും അവൾക്ക് തീരെ മനസ്സിൽ പിടിച്ചിട്ടില്ല. ഇനി അതിന്റെ കൂടെ ഇതും കൂടെ കേട്ടാ അവളിവിടെ മുഴുവൻ പൊളിച്ചെടുക്കും.